വിഷയം ഹദീസ് നിഷേധം തന്നെയാണ്. വിശദാംശത്തിലേക്ക് വരാം. രണ്ടാമത്തെ വിഷയം മൻഹജായിരുന്നു. ഈ ഹദീസുകളെ, ആയത്തുകളെ അഥവാ പ്രമാണങ്ങളെ സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ, വ്യാഖ്യാനിക്കാൻ സച്ചരിതരായ മുൻഗാമികളുടെ, സലഫ് സ്വാലിഹികളുടെ മൻഹജ് സ്വീകരിക്കണമോ വേണ്ടയോ? അത് രണ്ടാമത്തെ വിഷയം. ആയത്തും ഹദീസും മനസ്സിലാക്കുന്നതിന്, അത് വ്യാഖ്യാനിക്കുന്നതിന് സച്ചരിതരായ മുൻഗാമികൾ സ്വീകരിച്ച രീതിശാസ്ത്രം, അവർ എങ്ങനെയാണോ വിശദീകരിച്ചത്, അവർ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അവർ എങ്ങനെയാണോ പ്രമാണങ്ങളെ സമീപിച്ചത്, അങ്ങനെ തന്നെ സമീപിക്കണമോ? അതല്ല നമുക്ക് തോന്നിയപോലെ സമീപിക്കാമോ? ഇല്ലേ? ഇതാണ് മൻഹജുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ മർമ്മം. ആദ്യമൊക്കെ അവരിങ്ങനെ ഉരുണ്ട് കളിക്കാൻ നോക്കി. കഴിഞ്ഞ ഖണ്ഡനങ്ങളിൽ ശബാബിൽ വന്ന മൻഹജിനെ പരിഹസിച്ച ലേഖനങ്ങളെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് വിശദമായി വായിച്ചും വിശദീകരിച്ചും ഇവിടെ പഠിപ്പിച്ചപ്പോൾ ഇപ്പം പറയാ ഞങ്ങൾക്കൊരു മൻഹജ് ഉണ്ട്. അതെന്താ മൻഹജ്? അദ്ദേഹം പറഞ്ഞോട്ടെ. ആ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസുകൾ സ്വീകരിക്കുന്നതിന്, അല്ലെങ്കിൽ ഹദീസുകൾ മനസ്സിലാക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ളൊരു മൻഹജുണ്ട്. അതെന്താ? അത് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്കെതിരാണെങ്കിൽ അവ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കണ്ടോ? അപ്പം അതാണ് ഓരോ മൻഹജ്. എന്താ മൻഹജ്? ആയിഷ ബീബി സ്വീകരിച്ചൊരു മൻഹജ് ഉണ്ട്, അതാ ഞങ്ങളെ മൻഹജ്. അതെന്താ മൻഹജ്? ഖുർആനെതിരാണോ സ്വീകരിക്കാതിരിക്കുക, അതാണ് ആയിഷ ബീബിൻ്റെ മൻഹജ്. ആ മൻഹജാണ് ഞങ്ങൾക്കുള്ളത്. സഹോദരന്മാർ, എത്രമേൽ ബാലിശമായ വാദമാണ്. അപ്പം നബി തങ്ങൾ ഹദീസ് പറഞ്ഞാൽ ആയിഷ ബീബി എന്താ പറയുക? നബി എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടില്ല, എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ഖുർആനെതിരാണോ അല്ലേ നോക്കട്ടെ, അത് ഖുർആനെതിരാണ് നബി, ഞാൻ സ്വീകരിക്കൂല എന്ന് പറയുന്ന ആളായിരുന്നുവോ ആയിഷ റളിയല്ലാഹു അൻഹ? നഊദു ബില്ലാഹ്. അപ്പം മൻഹജ് എന്താ? ആയിഷ ബീബിൻ്റെ മൻഹജ്. ആയിഷ ബീബിയോ ഖുർആനെതിരെ ഹദീസ് എടുക്കൂല, അപ്പം ഞങ്ങളോ തന്നെ ഖുർആനെതിരെ ഹദീസ് എടുക്കൂല, അപ്പം ഞങ്ങളെ മൻഹജ് അതായില്ല. ഇതാണ് പോര് കണ്ടുപിടിച്ച മൻഹജ്. ഇതൊക്കെ തന്നെ നിങ്ങളെ പ്രശ്നം. നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇവിടെ തന്നെയാണ്. ജിന്നും ശൈത്താനും ചർച്ച മാറ്റിവെച്ചാൽ പോലും നിങ്ങൾക്കുള്ള മുഴുവൻ വ്യതിയാനങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കും. ജിന്നും ശൈത്താനും സിഹറുമായി ബന്ധപ്പെട്ട ചർച്ചകളെ 100% ഈ ഖണ്ഡനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോലും നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന ഈ വ്യതിയാനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് 100% അങ്ങനെ തന്നെ ബാക്കിയാവും. നിങ്ങൾക്ക് തോന്നണ്ട ജിന്നുമലാണ് ഈ വക വിവാദമൊന്നും. അതതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അത് നിങ്ങളുടെ വ്യതിയാനങ്ങളുടെ തൗഹീദ് അട്ടിമറികളെ മറച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ വലിച്ചിട്ട ഒരു കേവലമായ ഒരു ചർച്ച മാത്രമാണത്. ഞങ്ങളത് വലിച്ചിട്ടില്ല, ഞങ്ങൾ വലിച്ചിട്ടു. അന്ന് KNM വേദിയിൽ നിന്ന് നിങ്ങൾക്കെതിരെ നമ്മൾ മറുപടി പറയേണ്ടി വന്നു. പിന്നെ KNM ചില മനുഷ്യന്മാർ വീണ്ടും വലിച്ചിട്ടു, അപ്പോൾ അവർക്കെതിരെ നമുക്ക് പിന്നെയും മറുപടി പറയേണ്ടി വന്നു. ഇപ്പോൾ സുഖമാണ്, രണ്ടുകൂട്ടർക്ക് ഒന്ന് പറഞ്ഞാൽ മതി മാത്രം. ആ സുഖമുണ്ട്. ആവട്ടെ, ഏതായിരുന്നാലും അതാണ് മറ്റൊരു വിഷയം. ഓരോന്നും വിശദം നമുക്ക് ശേഷം പറയാം. മൂന്നാമത് ചർച്ചയ്ക്ക് വന്ന് ശിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്ന ഒരു വിഷയമായിരുന്നു. അത് നമ്മൾ നേരത്തെ കേട്ടു. അതിൻ്റെ പേരിൽ പ്രചരിപ്പിച്ച കളവുകൾ. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, പടച്ചിറപ്പല്ലാത്തവരെ ആരാധിക്കുന്ന, പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ചില സഹായങ്ങളൊക്കെ പിശാചിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും. എന്തിന്? അവനെ ശിർക്കിൽ ഉറപ്പിച്ചു നിർത്താൻ. അതുകൊണ്ട് അത് അവർ ചെയ്ത ഇജാബത്താണെന്ന് വിചാരിക്കണ്ട. ഇത് നമ്മൾ പഠിപ്പിച്ചത് ഒന്നാമത്തെ പ്രസംഗം മുതൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യം അതാണ്. മമ്പടത്ത് പോയി തൻ്റെ കാര്യത്തിൽ വല്ല എന്തെങ്കിലും ഒരു സമാധാനം കിട്ടി തോന്നിയാൽ പോലും മമ്പടം ഞങ്ങൾ ഉത്തരം ചെയ്തതല്ല, മമ്പടം ഞങ്ങൾ കേട്ടിട്ടില്ല, മമ്പടം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവൻ മമ്പടത്ത് വന്നതും പോയതും തങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് പോലും മമ്പടം ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അവിടെ പോയിട്ടൊരാൾക്ക് ആശ്വാസമായി രോഗം മാറിയെന്ന് തോന്നിയാൽ മമ്പടത്ത് പോകാമെന്ന് വിചാരിക്കണ്ട. അത് ശൈത്താൻ എന്നെ പറ്റിക്കുകയാണ്. ഈ ശിർക്കിൽ തന്നെ എന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശൈത്താനെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ചില സഹായമൊക്കെ ചെയ്തു കൊടുത്ത് ഇനി വല്ല അസുഖം വന്നാൽ റബ്ബിലേക്ക് പോകാതിരിക്കാൻ മമ്പുറത്തേക്ക് തന്നെ വരാൻ ശൈത്താൻ ഒപ്പിക്കുന്ന പണിയാണ് എന്ന് ആയത്ത് വെച്ച്, ഹദീസുകൾ വെച്ച്, കിതാബുകൾ വെച്ച്, ഉസ്മാൻ സാഹിബ് അടക്കമുള്ള കഴിഞ്ഞകാല മുജാഹിദ് നേതാക്കന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് വിശദമായി ഒന്നാം ഖണ്ഡനം മുതൽ പറഞ്ഞു. അതിലേക്ക് വരുന്നില്ല. പകരം ശിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അന്നലത്ത് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യുന്ന പറയുന്നത് എന്ന് പറഞ്ഞ് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പം മറുപടി. ഇന്നലെ പിന്നെ അമാനി പരിഭാഷ ഇങ്ങനെ വായിക്കുക. ഇന്നതും ലായസ്മൗദു ആക്ക് നല്ല പറഞ്ഞിട്ടുണ്ട്, ദുആ ഉത്തരം ചെയ്യൂല, അവർ കേൾക്കൂല എന്ന് പറഞ്ഞ ആയത്തിങ്ങനെ ഓതിയിട്ട് അയിമ കുറേ സമയമാണ് കളയുക. അതിലൊക്കെ ആർക്കാ മൗലവി തർക്കമുള്ളത്?
അതൊന്നുമല്ല തർക്കമുള്ള വിഷയം. ഈശോ നമുക്കിലേക്ക് വരാം.